പ്രതിശീർഷ വരുമാനം പെർ ക്യാപിറ്റ ഇൻകമാണ്. ഒരു രാജ്യത്തെ ഒരാളുടെ ഒരു വർഷത്തെ ശരാശരി വരുമാനത്തെയാണ് പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്. ദേശീയ വരുമാനത്തെ രാജ്യത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്നതാണ് പ്രതിശീർഷ വരുമാനം അഥവാ ആളോഹരി വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം അഥവാ പ്രതിശീർഷ വരുമാനം ലഭിക്കുന്നത് ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോഴാണ്. രാജ്യങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യാനും രാജ്യങ്ങളുടെ സാമ്പത്തിക നില മനസ്സിലാക്കാനും പ്രതിശീർഷ വരുമാനം സഹായിക്കുന്നു. പ്രതിശീർഷ വരുമാന സൂചികയെ അനുസരിച്ച് ഒരു രാജ്യം സാമ്പത്തിക വികസനം നേടിയോ എന്ന് കണ്ടെത്തുന്നതിന് നിരീക്ഷിക്കേണ്ട ഘടകങ്ങൾ ദേശീയ വരുമാനത്തിൻ്റെ വളർച്ചാ നിരക്ക്, ജനസംഖ്യാ വളർച്ചാ നിരക്ക്. അപ്പോൾ ദേശീയ വരുമാനത്തിൻ്റെ വളർച്ചാ നിരക്ക്, ജനസംഖ്യാ വളർച്ചാ നിരക്ക് എന്നിവ നോക്കിയിട്ടാണ് ഒരു രാജ്യത്തിന് സാമ്പത്തിക വികസനം ഉണ്ടായോ എന്ന് നമ്മൾ കണ്ടെത്തുന്നത്. ദേശീയ വരുമാനത്തിൻ്റെ വളർച്ചാ നിരക്ക് ജനസംഖ്യാ വളർച്ചാ നിരക്കിനേക്കാൾ കൂടിയിരുന്നാൽ മാത്രമേ പ്രതിശീർഷ വരുമാനവും കൂടുകയുള്ളൂ. ഇനി മാനവ വികസന സൂചികയാണ്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആണ് HDI. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ സമഗ്ര പുരോഗതിയെ സൂചിപ്പിക്കുന്ന അളവുകോലാണ് മാനവ വികസന സൂചിക HDI എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിലവിൽ വന്നത് 1990-ലാണ്. HDI തയ്യാറാക്കുന്നത് യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം UNDP ആണ്. ഐക്യരാഷ്ട്ര വികസന പരിപാടിയായിട്ടുള്ള UNDP ആണ് HDI തയ്യാറാക്കുന്നത്. ഒരു രാജ്യത്തെ വികസിതം, വികസ്വരം, അവികസിതം എന്നിങ്ങനെ തരംതിരിക്കുന്നത് ഈ HDI റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ്. മാനവ വികസന സൂചിക തയ്യാറാക്കുന്നതിന് 3 പ്രധാന ഘടകങ്ങൾ അടിസ്ഥാനമാക്കിയാണ് മാനവ വികസന സൂചിക അഥവാ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് തയ്യാറാക്കുന്നത്. ഒന്ന്, പ്രതിശീർഷ വരുമാനം നോക്കും. രണ്ടാമത്തത് സാക്ഷരതയും മൊത്ത സ്കൂൾ പ്രവേശന നിരക്ക് നോക്കും. ആയുർദൈർഘ്യവും നോക്കും. ഇമ്പോർട്ടൻ്റ് ആണ്. മാനവ വികസന സൂചിക തയ്യാറാക്കുന്നതിൻ്റെ പ്രധാന ഘടകങ്ങളെന്ന് പറയുന്നത് പ്രതിശീർഷ വരുമാനം, സാക്ഷരതയും മൊത്ത സ്കൂൾ പ്രവേശന നിരക്കും ആയുർദൈർഘ്യവുമാണ് നോക്കുന്നത്. മാനവ വികസന സൂചിക രൂപപ്പെടുത്തിയ സാമ്പത്തിക ശാസ്ത്രജ്ഞർ മെഹബൂബ് ഉൾ ഹഖ് പാകിസ്ഥാൻ, അമർത്യ സെൻ ഇന്ത്യ, ഇവർ 2 പേരും ചേർന്നിട്ടാണ് മാനവ വികസന സൂചിക രൂപപ്പെടുത്തിയത്. മാനവ വികസനം സാധ്യമാക്കുന്ന ഘടകങ്ങളാണ് മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, മികച്ച ആരോഗ്യ സംരക്ഷണ സംവിധാനം, കൂടുതൽ പരിശീലനം എന്നിവയിലൂടെ നമുക്ക് മാനവ വികസനം സാധ്യമാക്കാനായിട്ട് കഴിയും. മാനവ വികസന സൂചികയുടെ അടിസ്ഥാനത്തിൽ ലോകരാഷ്ട്രങ്ങളെ 4 വിഭാഗങ്ങളായിട്ട് തിരിക്കാനായിട്ട് കഴിയും.